ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. മിസ്റ്റർ മാക്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മാർച്ച് 2024 വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കുക. ഇഫ് എ ഈക്വൽ ടു 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് ആൻഡ് ബി എന്ന് പറയുന്നത് സെറ്റ് 1 4, ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ആണ് നമുക്ക് കാണേണ്ടത്. അതെ, അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കിയാൽ, നമ്പർ ഓഫ് എ ക്രോസ് ബി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ആണ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് നമ്പർ ഓഫ് എയും നമ്പർ ഓഫ് ബിയും ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. എയിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്, ബിയിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. സോ 3 × 2 വരും. 3 × 2 എന്ത് വരും? 6 വരും. 6 ആണ് നമ്പർ ഓഫ് എ ക്രോസ് ബി വരുന്നത്. ആൻഡ് ഒരു സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, n എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ആ സെറ്റിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് അറിയാലോ. 2n സബ്സെറ്റുകളാണ് ഒരു സെറ്റിന് ഹാവിങ് n എലമെൻറ്റ്സ് ഉള്ളത് വരുന്നത്. സോ ഇവിടെ നമ്പർ ഓഫ് എ ക്രോസ് ബി എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 6 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകൾ എത്ര വരും? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി വിൽ ബി 2⁻6. ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി വരുന്നത് 2⁻6 ആണ്. ഇത് ക്ലിയർ ആണ്. ഓക്കെ, നമ്മുടെ സെറ്റും റിലേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് നമ്മൾ റിലേഷൻസിൻ്റെ കുറേ പ്രോപ്പർട്ടീസുകൾ നോക്കിയിരുന്നു. 4 പ്രോപ്പർട്ടികൾ പറഞ്ഞിരുന്നു. ആൻഡ് അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഓർഡേർഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെൻറ്റ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇഫ് x/3 + 1, y - 2/3 ഈക്വൽ ടു -2/3, 2/3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർസ് ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x ആൻഡ് y ആണ് ചോദ്യം. അതെ, അപ്പം രണ്ടാമത് വരുന്നത് നോക്കിക്കേ. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് x/3 + 1 നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? -2/3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ അതായത് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് ഈക്വൽ ആണെന്നുള്ളൊരു കണക്ഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ അത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x+3 / 3 എന്ന് വരും അല്ലേ? x/3 + 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x+3 / 3 എന്ന് വന്നു. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു -2/3 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് ന്യൂമറേറ്റർ മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. സോ എന്ത് വരും? x+3 will be equal to -2 and x will be equal to +3 equal to റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് -3 ആയി. സോ -2 -3 എന്ത് വന്നു? -5 വന്നു. സോ x -5 എന്ന് കിട്ടി. ആൻഡ് നെക്സ്റ്റ് പാർട്ട് വരുന്നത് y - 2/3 എന്ന് പറയുന്നത് ഈക്വൽ ടു 2/3. ആൻഡ് ഈ -2/3 ആണ് ഇവിടെ ഉള്ളത്. വൈക്ക് താഴെ ഡിനോമിനേറ്റർ ആയിട്ടൊന്നുമില്ല, y ആയിട്ടാണുള്ളത്. സോ നമുക്ക് 2/3 നേരിട്ട് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, സോ y ഈക്വൽ ടു 2/3 + 2/3 എന്ന് വരും. 2/3 + 2/3 4/3 വന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ x ആൻഡ് y എന്താണ് വരുന്നത്? -5, 4/3. ക്ലിയർ ആണേ? ഇത് ക്ലിയർ ആണ്. ഓക്കെ, സോ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ ഡ്രോ ചെയ്യാനാണ്. ആൻഡ് f(x) എന്ന് പറയുന്നത് 1/x ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് f ഫ്രം r - 0 to r ആണ്. r - 0 എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? റിയൽ ലൈനിൽ 0 ഒഴികെ വരുന്ന ബാക്കി എല്ലാ നമ്പേഴ്സും, -∞ to ഇൻഫിനിറ്റിയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും എക്സെപ്റ്റ് 0 ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും ആണ് നമ്മുടെ ഡൊമൈൻ സെറ്റിൽ വരുന്നത്. ആൻഡ് ഒന്നുകൂടി f(x) എന്ന് പറയുന്നത് 1/x ആണ്. നമുക്ക് കുറച്ച് റാൻഡം വാല്യൂസ് എടുത്ത് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് പ്ലോട്ട് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളും ഫംഗ്ഷനും ഒക്കെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞതാണ്. ആൻഡ് അതിൽ 7 നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സോ അതിൽ വന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ് റേഷണൽ ഫംഗ്ഷൻസിൽ വരുന്ന f(x) = 1/x. ആൻഡ് നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. അതിന് മുമ്പ് കുറച്ച് വാല്യൂസ്, റാൻഡം വാല്യൂസ് നമുക്ക് കാണാം. f(1) will be 1 ആൻഡ് f(-1) will be -1. f(2) എന്ത് വരും? 1/2 വരും. ആൻഡ് f(-2) -1/2 വരും. കുറച്ച് ഫ്രാക്ഷണൽ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 1/2, f(1/2) എന്താണ് വരിക? അതിൻ്റെ റെസിപ്രോക്കലാണല്ലേ എടുക്കുന്നത്. 1/1/2 2 വരും. ആൻഡ് f(1/3) എടുത്താലോ 3 വരും. ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. ആൻഡ് f(0) ഇല്ല അല്ലേ? കാരണം 0 ഇല്ല നമ്മളെ സെറ്റിൽ, ഡൊമൈൻ സെറ്റിൽ 0 ഇല്ല. ആൻഡ് ഒബ്വിയസ്ലി 1/0 എന്ന് പറയുന്നത് അവിടെ വാലിഡും അല്ല, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുമല്ല. ഓക്കെ, അപ്പോൾ നോക്കാം, ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഞാൻ എൻ്റെ y പ്ലോട്ട് ചെയ്തു. ആൻഡ് x ആക്സിസ് വന്നു. സോ നമുക്ക് 0ൽ ഫംഗ്ഷൻ വാലിഡ് അല്ല. ആൻഡ് 1 ആവുന്ന സമയത്ത് അത്
1 ആണ്. -1 ആകുന്ന സമയത്ത് അത് -1ലേക്കാണ് പോകുന്നത്. ആൻഡ് 2 ആകുന്ന സമയത്ത് 2 then 1/2 ആണ് അല്ലേ. 2 ആകുന്ന സമയത്ത് അത് 1/2 ആണ്. വീണ്ടും ചെറുതാവാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് അത് ചെറുതാവാണ്. ആൻഡ് 3 ആകുന്ന സമയത്ത് വീണ്ടും ചെറുതായി അങ്ങനെയാണ് പോകുന്നത്. അതേപോലെ 0 അടുക്കുന്ന സമയത്ത് ഇപ്പോൾ 0.99 എടുക്കുന്ന സമയത്ത് 1/0.9 ഒക്കെയാണ് വരുന്നത്. എത്ര 0.9 എന്ന് പറയുന്നത് ഏകദേശം 1ൻ്റെ അടുത്തായിട്ട് വരും, 1ന് മുകളിലായിട്ട് വരും. ആൻഡ് 1/2 എടുത്തു കഴിഞ്ഞാലോ 2ലേക്കാണ് പോകുന്നത്. ആൻഡ് അങ്ങനെ പോകുന്ന സമയത്ത് 0 അടുക്കും തോറും ഫംഗ്ഷൻ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. ഇതേപോലെ തന്നെ നെഗറ്റീവ് സൈഡിലും ഫംഗ്ഷൻ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 0ൽ ഫംഗ്ഷന് വാല്യൂ ഇല്ല താനും. സോ നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ 0ലേക്ക് നമ്മുടെ ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല, ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അതേപോലെ എക്സ് ആക്സിസിൽ 0ലേക്ക് തൊടുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. f(x) = 1/x എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആൻഡ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഗ്രാഫ് സൈഡിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f(x) = √9 - x ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റൂട്ട് ഓഫ് 9 - x² ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ f(x) എന്ന് പറയുന്നത് √9 - x² ആണ്. ആൻഡ് നമ്മൾ f from R to R ആണ്, നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. f from R to R ആണ്. ആൻഡ് f(x) 9 - x² ആണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം റൂട്ടിനുള്ളിൽ ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല, റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് 0ന് മുകളിലേക്കുള്ള നമ്പേഴ്സാണ് റൂട്ടിനുള്ളിൽ ഉൾപ്പെടാൻ പാടുള്ളൂ. സോ ഞാൻ ഈ 9 - x²നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. ആൻഡ് 9 will be equal to x² എന്ന് വരും. ആൻഡ് x നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാമല്ലോ. x എന്ന് പറയുന്നത് √9 എന്ന് വരും അല്ലേ. 9 - x² 0 ആവണമെന്നുണ്ടെങ്കിൽ x എന്തായിരിക്കണം? √9 ആയിരിക്കണം. അത് +or-3 ആണ്. ഓക്കെ, ആൻഡ് -3 മുതൽ 3 വരെയാണ് എൻ്റെ ഡൊമൈൻ വരുന്നത്. എൻ്റെ ഡൊമൈൻ സെറ്റ് എന്താണ് വരിക? അപ്പം -3 മുതൽ 3 വരെ വരുന്ന എല്ലാ എലമെൻസും എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതെ, ആൻഡ് 9 - x² ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മാക്സിമം വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഞാൻ 9ൽ നിന്നാണ് √9ൽ നിന്നാണ് ഓരോ വാല്യൂസ് ഇങ്ങനെ കുറയ്ക്കുന്നത്. സോ മാക്സിമം വാല്യൂ എൻ്റെത് എന്തായിരിക്കും? എപ്പോഴും √9 ആയിരിക്കും അല്ലേ. 9 - 0 ആണ് എനിക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ. സോ എൻ്റെ റേഞ്ച് സെറ്റ് എങ്ങോട്ടാണ് ആദ്യം പോകുന്നത്? റേഞ്ച് സെറ്റ് പോകുന്നത് 3യിലോട്ടാണ്. മാക്സിമം വാല്യൂ 3യിലാണ്. ആൻഡ് ഇത് 0 ആവുന്നത് എപ്പോഴാണ്? -3യിലും. 0 ആവണമെന്നുണ്ടെങ്കിൽ √9 - 9 എന്ന് വരണം. ആൻഡ് ഇത് സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ്? 9 - -3² 9 - 3² ഇത് സംഭവിക്കുന്നത് അല്ലേ. അതാണ് -3 to 3 എൻ്റെ ഡൊമൈൻ വരുന്നത്. ആൻഡ് റേഞ്ച് വരുന്നത് ഇതിലെ മിനിമം വാല്യൂ 0 ആണ്. 0 to 3 ആണ് എൻ്റെ റേഞ്ച് വാല്യൂ വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ റേഞ്ച് ആയിരുന്നു നമ്മൾ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൊമൈൻ -3 to 3 ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. ആൻഡ് റേഞ്ച് 0 to 3 ആണ്. ഇൻ്റർവെല്ലാണ്, റിയൽ നമ്പേഴ്സാണ്. അതായത് ഇതിലുള്ള -3 മുതൽ 3 വരുന്ന എല്ലാ നമ്പേഴ്സും, നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല, റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ് എല്ലാം വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇംപ്രൂവ്മെൻറ്റ് 2023 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളിതാ ഒന്നാമത്തെ ചോദ്യം x/2 + 1, y - 1/3 = 5/2, 8/3 നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് x/2 + 1 = 5/2 ആയിരിക്കും. ആൻഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x + 2/2 will be 5/2. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക, ഈ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട്. x + 2 = 5. സോ x will be 3 അല്ലേ. ആൻഡ് എൻ്റെ y - 1/3 വന്നിട്ടുള്ളത് എന്താണ്? 8/3 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ y എന്ത് വരും? 8/3 + 1/3 എന്ന് വരും, അഥവാ 9/3, അതായത് 3. സോ എക്സും വൈയും എനിക്ക് വരുന്നത് 3 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇഫ് നമ്മുടെ എ എന്ന് പറയുന്നത് -1, 1 എന്ന് പറയുന്ന സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ ആണ് കാണേണ്ടത്. എ ക്രോസ് എയിൽ നമുക്ക് ട്രിപ്ലെറ്റുകളാണ് വരിക അല്ലേ. 2 എലമെൻറ്റ്സ് അല്ല വരിക. എ ക്രോസ് എയിൽ 2 എലമെൻറ്റ്സ് വരുന്ന ഓർഡേഡ് പെയർ ആയിട്ടാണ് വരിക. ഓക്കെ,
അപ്പോൾ നമുക്ക് ആദ്യം എ ക്രോസ് എ ഒന്ന് എഴുതി നോക്കാം. എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 4 എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. -1, -1, -1, ആൻഡ് 1, -1, 1, 1. ഇതാണ് എൻ്റെ എ ക്രോസ് എ. ഇതുമായിട്ട് ഞാനിനി എ ക്രോസ് എ എത്ര വരും? എ ക്രോസ് എയിൽ എത്ര വന്നു? 4 എലമെൻറ്റ്സ് വന്നു. എ ക്രോസ് എയിൽ എനിക്ക് 8 എലമെൻറ്റ്സ് വരും. 4 × 2 എലമെൻറ്റ്സ് വരുന്ന എയിലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 × 2 8 എലമെൻറ്റ്സ് ആണ് വരിക. ഓക്കെ, സോ ഞാനൊന്ന് അതൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഈ എലമെൻറ്റ്സുമായിട്ട് -1, -1, -1 അതൊന്ന് വരും. -1, -1 ഇല്ല, ഈ എല്ലാ എലമെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ എലമെൻറ്റ് -1 ആയിട്ട് വരുന്ന പോലെ -1, 1, -1 ആൻഡ് 1, -1, -1, 1, 1, -1. ഓക്കെ, അടുത്തത് -1, -1, 1, -1, 1, 1, 1, 1, -1, 1 ആൻഡ് അടുത്തത് 1, 1, 1. ഓക്കെ, ഇങ്ങനെ 8 എലമെൻറ്റ്സ് ആണ് എ ക്രോസ് എയിൽ വരുന്നത്. ആൻഡ് ഇങ്ങനെയാണ് അത് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണ്. ആൻഡ് അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ f(x) = 1 + x if x <10. 10 താഴോട്ട് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ x 10 താഴോട്ടാണ് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ വരുന്നത് 1 + x ആണ്. ആൻഡ് x 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ വരുന്നത് എത്രയാണ്? 1 തന്നെയാണ്. ആൻഡ് x <0 ആവുന്ന സമയത്ത് അത് 1 - x ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതൊന്ന് കുറച്ച് വാല്യൂസ് കണ്ടെത്തി നോക്കാം. അതെ, നമ്മൾ റാൻഡമായിട്ട് കുറച്ച് എക്സ് വാല്യൂസ് എടുത്തിട്ട് കണ്ടെത്തി നോക്കാം. f(x) എന്ന് പറയുന്നത് 1 + x ആണ് വെൻ x <10 ആവുന്ന സമയത്ത്. സോ എക്സിന് 10 താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ 0 വരെയാണ് എടുക്കുന്നത്. കാരണം x = 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 0ന് മുകളിൽ ഞാൻ f(1) എടുക്കുന്ന സമയത്ത് എനിക്കത് 2 ആണ്. ആൻഡ് f(3) എടുക്കുന്ന സമയത്ത് അത് 4 ആണ്. ആൻഡ് f(2) എടുക്കുന്ന സമയത്ത് അത് 3 ആണ്. ആൻഡ് f(9) എടുക്കുന്ന സമയത്ത് അത് എനിക്ക് 10 ആണ്. ആൻഡ് f(9.9) എടുക്കുന്ന സമയത്തോ 9.9 എടുക്കുന്നത് കാരണം നമ്മൾ റിയൽ നമ്പേഴ്സാണ് എടുക്കുന്നത്. സോ എല്ലാ നമ്പേഴ്സും വരും. നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് നമുക്ക് ഗസ് ചെയ്യാം. ആൻഡ് കുറച്ച് ഈ റാൻഡമായിട്ടുള്ള കുറച്ച് ഡെസിമൽ നമ്പേഴ്സും കൂടി നമുക്ക് എടുക്കാം. 9.9 വരുന്ന സമയത്ത് അത് 10.9 ആണ് വരുന്നത് അല്ലേ. 10.9 ആണ് വരുന്നത്. ആൻഡ് 10 നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. x <10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. <= വന്നിരുന്നെങ്കിൽ നമുക്ക് 10 ഉൾപ്പെടുത്തായിരുന്നു. ആൻഡ് x <0 ആവുന്ന സമയത്ത്, x 0നേക്കാളും ചെറുതാവുന്ന സമയത്ത്, അതായത് അത് അങ്ങ് -∞ വരെ ഉണ്ട്. മൈനസ് നമ്പേഴ്സ് എല്ലാം നമുക്ക് എടുക്കാം. 0ന് താഴെ വരുന്ന എല്ലാ മൈനസ് നമ്പേഴ്സും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ f(1 - 2) എടുക്കാം. f(1 - 2) എടുത്തു എന്ന് വെച്ചോ ഞാൻ, അല്ലെങ്കിൽ -1 എടുത്തു എന്ന് വിചാരിക്കുക. f(1 - 1) എടുത്തു ഞാൻ, എന്ത് വരും? 2 എന്ന് വരും. ആൻഡ് f(1 - 2) എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് വരുന്നത്? 1 - 2 3 വന്നു. ആൻഡ് f(1 - 3) എടുക്കുന്ന സമയത്ത് അത് 4 വന്നു. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യം y ആക്സിസ് വരയ്ക്കുകയാണ്. ആൻഡ് ഇതാണ് എൻ്റെ x ആക്സിസ്. അതെ, ഞാൻ 1 2 3 4 5 6 7 8 9 10 11 വരെ എടുക്കുകയാണ്. ഓക്കെ, 11 വരെ എടുത്തു. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ടും 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മൾ f(1) ആവുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ 2 ആണെന്ന് പറഞ്ഞു. 2 ആവുന്ന സമയത്ത് അത് 3 ആണ്. 3 ആവുന്ന സമയത്ത് അത് 4 ആണ്. ആൻഡ് f(0) എന്താണ്? അത് 1 ആണ് അല്ലേ. സോ എൻ്റെ ഗ്രാഫ് പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെയാണ്. പോസിറ്റീവ് സൈഡിൽ പോകുന്നത് ഒരു ജമ്പ് ചെയ്ത, ഒന്നിലേക്ക് ജമ്പ് ചെയ്ത y = x എന്ന് പറയുന്ന ഗ്രാഫാണ് എനിക്ക് ഇങ്ങനെ പോകുന്നത് അല്ലേ. അതിൻ്റെ പകുതി, അതായത് പോസിറ്റീവ് സൈഡ് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അപ് ടു x <10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ എൻഡിങ് എവിടെയാണ് വരിക? 10 ആവുന്ന സമയത്ത് അത് 11 ആണ് അല്ലേ. f(10) എന്താണ്? 11 ആണ്. പക്ഷേ എനിക്ക് 10ന് താഴെയുള്ള നമ്പേഴ്സാണ് എടുക്കേണ്ടത്. സോ
11 വരെയാണ് എൻ്റെ നമ്പേഴ്സ് പോകുന്നത്. ഇതാണ് 11 എന്നുള്ള ലൈനെങ്കിൽ 11 വരെ മതി. അതെ, 11നോട് മുട്ടാണ്, പക്ഷേ 11ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഞാൻ അവിടെ ഒരു ഹോൾ വെച്ചു. ഓക്കെ, 11ൽ ഞാൻ അവിടെ ഒരു ഹോൾ വരയ്ക്കുകയാണ്. ആൻഡ് എഫ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന സമയത്ത് 1 മൈനസ് എക്സ് ആണ്. ആൻഡ് 1 വരുന്നത് 2ലാണ്. മൈനസ് വണ്ണിൻ്റെ വാല്യൂ വരുന്നത് 2ലാണ്. ആൻഡ് 0.5ൻ്റെ വാല്യൂ എത്രയിലാണ് വരിക? 0.5 മൈനസ് 0.5 ആണെന്ന് വിചാരിച്ചോ. എഫ് ഓഫ് മൈനസ് 0.5 എന്താണ് വരിക? എഫ് ഓഫ് 1 മൈനസ് 0.5 അഥവാ 1.5 വരിക അല്ലേ. 1.5 വരും. ആൻഡ് 1.5 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, 0.5ൻ്റെത് ഇവിടെയാണ് വരിക. ഓക്കെ, ആൻഡ് മൈനസ് 2ൽ വരുന്നത് അത് 3ലേക്കാണ് പോകുന്നത്. ആൻഡ് മൈനസ് 3ൽ വരുന്നതോ അത് 4ലേക്കാണ് പോകുന്നത്. ആൻഡ് ഈ സൈഡിൽ എനിക്ക് വരുന്നത് ഇങ്ങനെ ഒരു കർവാണ് അല്ലേ. കർവല്ല, ഇങ്ങനെ ഒരു ലൈനാണ് വരുന്നത്. ആൻഡ് ഇത് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം എനിക്കിവിടെ റെസ്ട്രിക്ഷനൊന്നും തന്നിട്ടില്ല. ഇവിടെ എനിക്ക് 10 വരെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ 11ൽ വെച്ചിട്ട് എൻ്റെ ഗ്രാഫ് ഇവിടെ മുറിയാണ്. ആൻഡ് ഇവിടുന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന സമയത്ത് അത് 0ൽ എങ്ങനെ തുടങ്ങി ഇൻഫിനിറ്റിയിലേക്ക് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. കാരണം എൻ്റെ ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. എൻ്റെ എക്സ് ആക്സിസ് നെഗറ്റീവ് സൈഡിലേക്ക് അങ്ങനെ നീളുന്നുണ്ട്. സോ ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇതൊരു മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോലെയാണ് ഉള്ളത് അല്ലേ. മോഡുലസ് ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ഒരു സ്റ്റെപ്പ് ജമ്പ് ചെയ്തു, 1ലേക്ക് ജമ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡുലസ് ഫംഗ്ഷനാണ്. അതിൻ്റെ റൈറ്റ് സൈഡ് 11ൽ സ്റ്റക്കായി ആൻഡ് ലെഫ്റ്റ് സൈഡ് മുകളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഗ്രാഫ് വരുന്നത്. ആൻഡ് ഇതിൽ റേഞ്ച് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നെഗറ്റീവ് സൈഡ് നിങ്ങൾക്ക് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഇൻഫിനിറ്റി വരെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. മൈനസ് ഇൻഫിനിറ്റി വരുന്ന സമയത്ത് മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1 എന്ന് വരും. അല്ല, 1 മൈനസ് ഇൻഫിനിറ്റി, അത് വീണ്ടും മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകും അല്ലേ. മൈനസ് ഇൻഫിനിറ്റിയിലേക്കല്ല, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് അങ്ങനെ പോകും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് എക്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഫംഗ്ഷൻ വാല്യൂ അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ആൻഡ് എൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. 1 ഉൾപ്പെടുന്നുണ്ട്. സോ എൻ്റെ ഇൻ്റർവെൽ 1ൽ തുടങ്ങും. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to ഇൻഫിനിറ്റി ആണ് എൻ്റെ വാല്യൂ പോകുന്നത്. പക്ഷേ നമ്മുടെ റൈറ്റ് സൈഡിൽ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട് 10ൽ, അല്ല 11ൽ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. എന്നിരുന്നാലും അത് ഞാൻ ഇവിടെ -10 എടുക്കുന്ന സമയത്ത് എൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? 1 മൈനസ് -10 ആണ്. അതെന്ത് കിട്ടുന്നുണ്ട്? 11 കിട്ടുന്നുണ്ട്. സോ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലും എൻ്റെ റേഞ്ച് വരുന്നത് 1 to ഇൻഫിനിറ്റി ആണ്. 1 മുതൽ വരുന്ന എല്ലാ വാല്യൂസും വൈ ആക്സിസിൽ 1 മുതൽ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഒരു വാല്യൂ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സോ 1 to ഇൻഫിനിറ്റി ആണ് എന്ത് എൻ്റെ റേഞ്ച് സെറ്റ് വരുന്നത്. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ഓക്കെ ആയി. ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കാനും ഈസിയാണ്. വിത്ത് ഗ്രാഫ് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കമൻറ്റ്സ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ നിങ്ങൾ മെസ്സേജ് അയക്കാം. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.